Hi students. So ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് 20 മിനിറ്റിൽ നമ്മളുടെ ബ്രെയിനിൽ ഫീഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് എന്ന് പറഞ്ഞ ആ ഒരു ചാപ്റ്റർ അതിൻ്റെ ഒരു മൈൻഡ് മാപ്പിംഗ് ആൻഡ് ഫ്ലോ ചാർട്ട് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ തലയിലോട്ട് അതിനെ അങ്ങ് തിരികെ കയറ്റാനായിട്ട് പോവുകയാണ് നമ്മൾ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേ, ഈ ഒരു ചാപ്റ്ററിന് ഈ ഒരു 20 മിനിറ്റ്സിൽ നിങ്ങളൊരു കാര്യം കാണുന്ന സമയത്ത് ഇത് ബാക്കപ്പായിട്ട് വെച്ചുകൊണ്ട് നമ്മൾ NCERT നല്ല ഭംഗിയായിട്ട് വായിക്കുക, അല്ലെങ്കിൽ സൈലത്തിൻ്റെ മെറ്റീരിയൽസ് ഉണ്ട്, ആ മെറ്റീരിയൽസ് നല്ല ഭംഗിയായിട്ട് വായിക്കുക. അത് ഫോളോ അപ്പ് ചെയ്ത് വീണ്ടും വീഡിയോസ് കാണാം. അപ്പം നാച്ചുറലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് നമ്മുടെ തലയിലോട്ട് കുറേ ആശയങ്ങൾ കയറുമ്പോൾ ആശയങ്ങളെ നമുക്ക് എക്സാമിന് വേണ്ട പോയിന്റിൽ നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ നമുക്ക് നോക്കാം ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ഓക്കെ, അപ്പോൾ നോക്കിയാൽ മക്കളെ, ഇതാണ് അതിൻ്റെ ഒരു ബേസിക് മൈൻഡ് മാപ്പിംഗ് അല്ലെങ്കിൽ മൈൻഡ് ചാർട്ട് എന്ന് പറയുന്നത്. ഈ ചാപ്റ്റർ ഇതായി നോക്കിയാൽ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്റർ ഇങ്ങനെയാണ് പോകുന്നത്. അതാ നോക്കിയോ, ഈ ചാപ്റ്റർ നമുക്ക് എങ്ങനെ പറയാം. ആദ്യം നമ്മൾ പറയുന്നത് റെസ്പിറേറ്ററി ഓർഗൻസ് ഇൻ ആനിമൽസ്. ആനിമൽസിലെ റെസ്പിറേറ്ററി ഓർഗൻസിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയേണ്ടത്. അതായത് സാധാരണ നമ്മൾ ആനിമൽ ഫിസിയോളജി, അതായത് NCERTയിൽ ആനിമൽ കിങ്ഡം ഉണ്ട്, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഉണ്ട്, ആനിമൽ ഫിസിയോളജി ഉണ്ട്. ആനിമൽ ഫിസിയോളജി എടുക്കുന്ന സമയത്ത് എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ഏതെടുത്താലും ബ്രീത്തിങ്, സർക്കുലേഷൻ, ലോക്കോമോഷൻ, എക്സ്ക്രീഷൻ, ന്യൂറൽ, കെമിക്കൽ, ഏതെടുത്താലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊക്കെ തന്നെ മനുഷ്യന്റെ മാത്രമല്ല പറയുന്നത്, ആനിമൽ കിങ്ഡത്തിലെ മറ്റു പല ജീവജാലങ്ങളെയും നമ്മൾ കോട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ക്ലിയർ ആയോ? അപ്പൊ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇത്തരത്തിൽ അപ്പം ആനിമൽസ് റെസ്പിറേഷൻ എന്നുള്ള ചാപ്റ്റർ പഠിക്കുമ്പോഴും മനുഷ്യനോ അല്ലെങ്കിൽ മനുഷ്യനല്ലാതെ മറ്റ് ജീവജാലങ്ങളിലും ഏത് രീതിയിലാണ് നോക്കിയ മക്കളെ, ട്രക്കിയൽ ട്യൂബ് കൊണ്ട്, അപ്പം ട്രക്കിയൽ ട്യൂബ് കൊണ്ട് റെസ്പയർ ചെയ്യുന്നവരുണ്ട്. ആരൊക്കെയാ? ഇൻസെക്ട്സ് ഉണ്ട്, സെന്റിപീഡ്, മില്ലിപീഡ്, ഇവരെല്ലാവരും ട്രക്കിയൽ ട്യൂബിന്റെ റെസ്പിറേഷൻ ഉള്ളവരാണ്. ബോഡി സർഫസ്, ജനറൽ ബോഡി സർഫസ് കൊണ്ട് റെസ്പയർ ചെയ്യുന്നവരുണ്ട്. ആരൊക്കെയാണ്? സ്പോഞ്ചസ് ഉണ്ട്, സീലൻഡ്രേറ്റ് ഉണ്ട്, ഫ്ലാറ്റ് വർംസ് ഉണ്ട്. ഗിൽസിന്റെ സഹായത്താൽ റെസ്പയർ ചെയ്യുന്നവരുണ്ട്. ഫിഷ്, ടാഡ്പോള്, പ്രോൺസ് തുടങ്ങിയവരൊക്കെ ഗിൽസിന്റെ സഹായത്താലാണ്. ലങ്സിന്റെ സഹായത്താൽ പൾമണറി റെസ്പിറേഷൻ എന്ന് പറയുന്നു. അത് ടെറസ്ട്രിയൽ ആനിമൽസ് ലൈക്ക് ഹ്യൂമൻ ബീയിങ്സ് ആണ്. കേട്ടോ, അപ്പൊ ഇതാണ് നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിലോട്ട് തിരികെ കയറ്റേണ്ടത്. അതായത് മനുഷ്യനോടൊപ്പം തന്നെ മറ്റു പല ജീവജാലങ്ങളെയും നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. കേട്ടോ, ഈ ഒരു സറ്റിയർ നമ്മൾ ആദ്യം തലയിലോട്ട് കേട്ടി. ഇനി അടുത്ത നോക്കിയാൽ മക്കളെ, ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്ന ഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ എന്തൊക്കെയാണ് പറയാനുള്ളത്? എക്സ്പിരേഷനും ഉണ്ട്, ഇൻസ്പിരേഷനും ഉണ്ട്. ബ്രീത്ത് ഔട്ട് എന്ന് പറയുന്ന പ്രോസസ്സിനെ എക്സ്പിരേഷൻ എന്നും ബ്രീത്ത് ഇൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സാണ് നമ്മൾ ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് എന്താ കാണാനുള്ളത് ഈ ചാപ്റ്ററിൽ? മെക്കാനിസം ഓഫ് ബ്രീത്തിങ്, എപ്രകാരമാണ് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം അതിനകത്ത് വരുന്നുണ്ട്, റെസ്പിറേറ്ററി വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ്. കേട്ടോ, പല തരത്തിലുള്ള റെസ്പിറേറ്ററി വോളിയംസും കപ്പാസിറ്റീസും പഠിക്കാനുണ്ട്. ടൈഡൽ വോളിയം, ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം, എക്സ്പിരേറ്ററി റിസർവ് വോളിയം, അതുപോലെ തന്നെ കപ്പാസിറ്റീസ്, ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി, എക്സ്പിരേറ്ററി കപ്പാസിറ്റി, അതുപോലെ തന്നെ നമ്മൾ ഇനി വൈറ്റൽ കപ്പാസിറ്റി, ടോട്ടൽ ലങ് കപ്പാസിറ്റി. കേട്ടോ, ഓരോന്നും കാണാനുണ്ട്. ടൈഡൽ വോളിയം അപ്രോക്സിമേറ്റ്ലി 500 ml ആണ്. ഇൻസ്പിരേറ്ററി റിസർവ് വോളിയമോ 2500 മുതൽ 3000 ml വരെയാണ്. അതായത് ചാർട്ട് നോക്കിയാൽ മതി, ഒറ്റ പേജിലാണ്. അടുത്ത നോക്കിയേ, എക്സ്പിരേറ്ററി റിസർവ് വോളിയം ആണെന്നുണ്ടെങ്കിലോ ഏകദേശം 1000 മുതൽ 1100 വരെയാണ്. മിച്ചം വരുന്നത് റെസിഡ്യുവൽ വോളിയം 1100 മുതൽ 1200 വരെയാണ്. IC എന്ന് പറഞ്ഞാൽ TV + IRV. നീറ്റ് പരീക്ഷയ്ക്ക് എടുത്തു ചോദിക്കുന്ന ചില പോർഷൻസിൽ ഉള്ളതാണ് ഈ ചെറിയ എന്താ പറയുക ഒരു ഫോർമുല എന്ന് പറയുന്നത്. IC എന്ന് പറഞ്ഞാൽ ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ടൈഡൽ വോളിയം പ്ലസ് ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം ആണ്. പിന്നെ EC എന്ന് പറഞ്ഞാലോ TV + ERV ആണ്. FRC എന്ന് പറഞ്ഞാലോ ERV + RV ആണ്. VC എന്ന് പറഞ്ഞാലോ ERV + TV + IRV ആണ്. ഇത് ആ ഭാഗം പറയുന്ന സമയത്ത് ഞാൻ ട്രിക്കും കൂടെ പറഞ്ഞുതരാം, നോക്കിയേ. പിന്നെ നമുക്ക് ഇവിടെ എന്താ പഠിക്കാനുള്ളത്? എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസുകളാണ്. എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ രണ്ട് പ്രധാനപ്പെട്ട രീതിയിലല്ലേ. ഒന്ന്, ആൽവിയോളയ്ക്കും ബ്ലഡിനും ഇടയ്ക്ക് എക്സ്ചേഞ്ച് നടക്കണം. രണ്ട്, ബ്ലഡിനും ടിഷ്യൂസിനും ഇടയ്ക്ക് എക്സ്ചേഞ്ച് നടക്കാറുണ്ട്. കണ്ടോടാ മക്കളെ, ഇങ്ങനെയാണ് നമ്മൾ ഈ ചാപ്റ്ററിനെ മൈൻഡ് ചെയ്ത് കയ്യിലോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പൊ ഇനി നോക്കിക്കേ, ഏത് രീതിയിലാണ് ഓക്സിജനെയും കാർബൺ ഡയോക്സൈഡിനെയും ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമുക്ക് പഠിക്കാനുണ്ട്. കണ്ടീഷൻസ് എടുത്തറിയാനുണ്ട്. ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട കണ്ടീഷൻസ് ഉണ്ട്. ആൽവിയോളയിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് ഒരു കണ്ടീഷൻ ഉണ്ട്. ടിഷ്യൂസിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. ദെൻ അടുത്ത പഠിക്കാനുള്ള എന്താ? റെസ്പിറേറ്ററി റെഗുലേഷൻസ് ആണ്. റെസ്പിറേറ്ററി റിഥം സെന്റർ ഉണ്ട്, ന്യൂമോടാക്സിക് സെന്റർ ഉണ്ട്,
കീമോ സെൻസിറ്റീവ് ഏരിയയുണ്ട്. അപ്പം ഇത് മൂന്നും കൂടെ ചേർന്ന് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ റെസ്പിറേഷൻ റിതത്തിനെ നടത്തുന്നു. ആൻഡ് ഫൈനലി റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് പഠിക്കാനുണ്ട്, പ്രധാനമായും ആസ്മയും എംഫിസീമയും പിന്നെ നമ്മളുടെ ഒക്കുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സും. അപ്പം ഇതാണ് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് എന്ന് പറയുന്നതിൻ്റെ ഒരു ആകത്തുക എന്ന് നമ്മൾ പറയും. ഇനി നോക്കിയാൽ മക്കളെ, ഈ നീറ്റ് പരീക്ഷയ്ക്ക് പ്രധാനപ്പെട്ട പോയിന്റുകൾ അപ്പം നമ്മൾ ഇനി പറയുന്നത്, നീറ്റ് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ പറയുന്നത് എന്താണ്, ഈ കണ്ടക്റ്റിംഗ് റീജിയൻ അല്ലെങ്കിൽ ആ ഒരു എയർ പാസേജിന്റെ പാത്ത് വേ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ പഠിക്കുന്ന സമയത്ത് സ്പേം പാസ് ചെയ്യുന്നത് നമ്മൾ പഠിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എന്ത് പഠിക്കാറുണ്ട്, ആ ഒരു എയർ പാസേജ് പാത്ത് വേ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കി എങ്ങനെയാണ്, എക്സ്റ്റേണൽ നോസ്ട്രിൽസിൽ നിന്നും നേസൽ പാസേജ് വഴി നേസൽ ചേംബറിലെത്തി ഫാരിങ്സ് വഴി ലാരിങ്സ് വഴി. അപ്പം ഫാരിങ്സ് എന്ന് പറഞ്ഞാൽ കോമൺ പാസേജ് ആണ്, ലാരിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗണ്ട് ബോക്സ് ഇരിക്കുന്നതാണ്, ട്രക്കിയ എന്ന് പറഞ്ഞാൽ സപ്പോർട്ടഡ് ബൈ ഇൻകംപ്ലീറ്റ് റിങ്സ് ഓഫ് കാർട്ടിലേജ് ആണ്. പഠിച്ചിട്ടുണ്ടല്ലോ അതൊക്കെ. പ്രൈമറി ബ്രോങ്കൈ ആയിട്ട് മാറുന്നു, പിന്നെ ബ്രാഞ്ചിങ്, സെക്കൻഡറി ബ്രോങ്കൈ, ടെറിഷറി ബ്രോങ്കൈ, ടെർമിനൽ ബ്രോങ്കൈ, ഫൈനലി എയറിന്റെ സാക്കുകളായിട്ടുള്ള ആൽവിയോളൈ ആയിട്ട് മാറുന്നു. പിന്നെ എന്താണ് ലങ്സ് എന്ന് പറയുന്ന ആ ഒരു ആകെ ഫിനോമിനൻ എന്ന് പറയുന്നത്, നമ്മളുടെ ബ്രോങ്കയുടെ ബ്രാഞ്ചിങ് നെറ്റ്വർക്കും ബ്രോങ്കിയോൾസും ആൽവിയോളയും കൂടെ ചേർന്നതിനെയാണ് ലങ്സ് എന്ന് പറയുന്നത്. NCERT സ്റ്റേറ്റ്മെന്റുകൾ തന്നെയാണ്. ഇത് നോക്കി, നീറ്റ് പരീക്ഷയുടെ അടുത്ത നീറ്റ് പോയിന്റുകൾ ഏതൊക്കെയാന്ന് നോക്കിയാൽ കോർ നീറ്റ് പോയിന്റുകളായി പറയാം. നോക്കിയേ, ദ പാർട്ട് സ്റ്റാർട്ടിംഗ് വിത്ത് ദ എക്സ്റ്റേണൽ നോസ്ട്രിൽ അപ് ടു ദ ടെർമിനൽ ബ്രോങ്കിയോൾ കോൺസ്റ്റിറ്റ്യൂട്ട് ദ കണ്ടക്ടിംഗ് പാർട്ട്. കണ്ടോ, എന്താണ് കണ്ടക്ടിംഗ് പാർട്ട് എന്ന് പറയുന്നത്? എക്സ്റ്റേണൽ നോസ്ട്രിൽസിൽ തുടങ്ങി ടെർമിനൽ ബ്രോങ്കിയോൾസ് വരെയുള്ള ആ ഭാഗം, അതിനെ വിളിക്കുന്ന പേരാണ് കണ്ടക്ടിംഗ് പാർട്ട് എന്ന് പറയുന്നു. NCERT നീറ്റ് പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അത് നമ്മൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. എങ്ങനെയാണ്? എക്സ്റ്റേണൽ നോസ്ട്രിൽസിൽ തുടങ്ങി ടെർമിനൽ ബ്രോങ്കിയോൾസ് വരെ പോകുന്നു. ക്ലിയർ ആയല്ലോ? അടുത്ത നോക്കി, ആൽവിയോളയും അവരുടെ ഡക്റ്റും ആണ് റെസ്പിറേറ്ററി അല്ലെങ്കിൽ എക്സ്ചേഞ്ച് പാർട്ടായിട്ട് മാറിയത്. കണ്ടോ, ആൽവിയോളൈ ആൻഡ് ദെയർ ഡക്റ്റ്, അവരാണ് റെസ്പിറേറ്ററി അല്ലെങ്കിൽ എക്സ്ചേഞ്ച് പാർട്ടായിട്ട് മാറിയിരിക്കുന്ന. കണ്ടോടാ, ഇങ്ങനെയാണ് അത് വരുന്നത് കേട്ടോ. ഇനി എന്താണ് അടുത്ത പോയിന്റ്? അടുത്ത നീറ്റ് പോയിന്റ് ആണ് പറയുന്നത് കേട്ടോ. അപ്പം 20 മിനിറ്റിൽ ചാപ്റ്ററിൽ കോർ പോയിന്റുകളാണ്. നോക്കിയേ, കണ്ടക്ടിങ് പാർട്ടിന്റെ റോൾ എന്തായിരിക്കും? ഇറ്റ് ട്രാൻസ്പോർട്ട്സ് ദ അറ്റ്മോസ്ഫിയറിക് എയർ ടു ദ ആൽവിയോളൈ. കണ്ടോ, പുറത്തുള്ള എയറിനെ ആൽവിയോളയിലോട്ട് കൊണ്ടുപോകുന്നവൻ കണ്ടക്ടിങ് പാർട്ട്. ഇനി അവരെന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഫോറിൻ പാർട്ടിക്കിൾസിൽ നിന്ന് അതിനെ ക്ലിയർ ചെയ്യുന്നുണ്ട്, അതിനെ ഹ്യൂമിഡിഫൈ ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, ബ്രിങ്സ് ദ എയർ ടു ബോഡി ടെമ്പറേച്ചർ. ഇമ്പോർട്ടന്റ് നീറ്റ് പോയിന്റ് ആണത്. അടുത്ത നോക്കി, എക്സ്ചേഞ്ച് പാർട്ട് ഏതാണ്? ദാറ്റ് ഈസ് ദ ആക്ച്വൽ സൈറ്റ് ഓഫ് ദ ഡിഫ്യൂഷൻ. അല്ലെ, എവിടെയാണോ ഡിഫ്യൂഷൻ നടക്കുന്നത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സ്ചേഞ്ച് പാർട്ട് നമ്മളെന്ന് പറയുന്നത്. ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ബിറ്റ്വീൻ ദ ബ്ലഡ് ആൻഡ് ദ അറ്റ്മോസ്ഫറിക് എയർ നടക്കുന്നതാണ് നമ്മളുടെ എക്സ്ചേഞ്ച് പാർട്ട് നമ്മൾ അതിനെ പറയുന്നത്. കണ്ടോ, ഇതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. കണ്ടക്ടിങ് പാർട്ടും എക്സ്ചേഞ്ച് പാർട്ടും രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്ത നോക്കി, സ്റ്റെപ്സ് ഓഫ് റെസ്പിറേഷൻ. ആദ്യത്തെ സ്റ്റെപ്പ് എന്താ മക്കളെ? ബ്രീത്തിങ് അല്ലെങ്കിൽ പൾമണറി വെന്റിലേഷൻ നമ്മൾ അതിനെ പറയാറുണ്ട് അല്ലെ. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ എപ്പോഴും പറയുന്നതാണ് ബ്രീത്തിങ് അല്ലെങ്കിൽ പൾമണറി വെന്റിലേഷൻ. ഇവിടെ എന്താ നടക്കുന്നത്? അറ്റ്മോസ്ഫറിക് എയർ ഈസ് ഡ്രോൺ ഇൻ. പുറത്തുള്ള ആ എയർ അകത്തോട്ടെടുക്കുന്നു. ആൻഡ് ദ കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആൽവിയോളർ എയർ ഈസ് എന്താ പറയുന്നത്? റിലീസ്ഡ് ഔട്ട് അല്ലെ. CO2 കൂടുതലായിട്ടുള്ള എയറിനെ പുറത്തോട്ട് തള്ളുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ മക്കളെ പറയുന്നത്? ഗ്യാസിന്റെ എക്സ്ചേഞ്ച്. എന്താണ് ഈ ഗ്യാസിന്റെ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്? ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് അക്രോസ് ദ ആൽവിയോളാർ മെംബ്രെയിൻ. ആ ആൽവിയോളാർ മെംബ്രെയിനിൽ കൂടെ ഉള്ള ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ഡിഫ്യൂഷനെയാണ് നമ്മളത് പറയുന്നത്. 3, ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് ബൈ ദ ബ്ലഡ്. ബ്ലഡിൽ കൂടെ ഗ്യാസുകളെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. 4, ഗ്യാസിന്റെ എക്സ്ചേഞ്ച് ആര് തമ്മിലാ? ബ്ലഡിനും ടിഷ്യൂസിനും തമ്മിൽ. അപ്പോൾ നോക്കിയ മക്കളെ, പുറത്തുള്ള എയർ അല്ലേടാ, ആ പുറത്തുള്ള എയർ എന്ത് ചെയ്തു? അത് നമ്മളുടെ ആൽവിയോളയിലെത്തി. ആൽവിയോളയിലെത്തിയ എയർ എന്ത് ചെയ്തു? അത് ബ്ലഡിലോട്ട് വരണം. ഡിഫ്യൂഷൻ അല്ലേ. ബ്ലഡ് എന്ത് ചെയ്യണം? അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യണം. ട്രാൻസ്പോർട്ട്. പിന്നെന്താ സംഭവിക്കേണ്ടത്? ബ്ലഡിൽ നിന്നും അത് തിരിച്ച് ടിഷ്യൂസിലോട്ട് വന്ന് കയറണ്ടേടാ. അപ്പൊ അത് അടുത്ത എക്സ്ചേഞ്ച്. കണ്ടോ, അപ്പൊ ഇങ്ങനെയാണ് ഫൈനലി എന്താ സംഭവിക്കുന്നത്? ഓക്സിജൻ ഈസ് നെസസറി ഫോർ ഓൾ യുവർ സെല്ലുലാർ ആക്ടിവിറ്റീസ് എന്ന് പറയത്തില്ലേ നമ്മൾ? അതുപോലെ ആ ഓക്സിജന്റെ യൂട്ടിലൈസേഷൻ
കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഓൾസോ പ്രൊഡ്യൂസ്ഡ് അല്ലേ. അപ്പോൾ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്ന ആ ഒരു ഫിനോമിനൻ നടക്കുന്നത് നിങ്ങൾ പിന്നീട് നിങ്ങളുടെ കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും വേറൊരു ചാപ്റ്ററിൽ നിങ്ങളത് പഠിക്കാറുണ്ട് അല്ലേ. സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ തന്നെ പഠിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്, ഫൈനലി ദിസ് ഓക്സിജൻ ഈസ് യൂട്ടിലൈസ്ഡ് ആൻഡ് ഫോർ കാറ്റബോളിക് റിയാക്ഷൻസ് ആൻഡ് റിസൾട്ടന്റ് റിലീസ് ഓഫ് ദ കാർബൺ ഡൈ ഓക്സൈഡ് നടക്കുന്നുണ്ട് അവിടെ. ഓക്കെ, അപ്പൊ ഇതാണ് ദ സ്റ്റെപ്സ് ഓഫ് റെസ്പിറേഷൻ. ഓക്കെ, അടുത്ത നോക്കിയാൽ മക്കളെ, ഇൻസ്പിരേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻസ് ആർ ദെയർ. അതാ നോക്കാം മക്കളെ, കണ്ടീഷൻസ് ഉണ്ട്. എന്താണ് കണ്ടീഷൻ? ഇൻസ്പിരേഷൻ ക്യാൻ ഒക്കർ ഇഫ്, എന്താണ് ഇഫ് എന്ന് പറയുന്നത്? പ്രഷർ വിത്തിൻ ദ ലങ്സ്, അതായത് ഇൻട്രാ പൾമണറി പ്രഷർ. പല കുട്ടികൾ ഇത് ചോദിക്കാറുണ്ട്, സാറേ എന്താണ് ഇൻട്രാ പൾമണറി? ലങ്സിന്റെ അകത്തുള്ള പ്രഷറിനെയാണ് ഇൻട്രാ പൾമണറി നമ്മൾ അതിനെ പറയുന്നത്. എന്താ ചെയ്യുന്നത്? ദാറ്റ് ഈസ് ലെസ് ദാൻ ദ അറ്റ്മോസ്ഫറിക് പ്രഷർ. എന്റെ പൾമണറിക്ക് അകത്തുള്ള പ്രഷർ അറ്റ്മോസ്ഫറിക് പ്രഷറിനെക്കാട്ടിലും കുറവാണ് എങ്കിൽ പുറത്ത് നിന്നും അകത്തോട്ട് എയർ എരച്ച് കയറുന്നു അല്ലെ. there is a negative pressure in the lungs with respect to the atmospheric pressure. ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ്മെന്റുകളാണ്. സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ചോദ്യങ്ങളായിട്ട് വരാം. അസർഷൻ റീസൺ ഉള്ള പോസിബിലിറ്റീസ് ഉണ്ട്. മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ഉള്ള സിംഗിൾ കൺസെപ്റ്റിലൊക്കെ വരാൻ സാധ്യതകളാണ്. സിമിലർലി അതേപോലെ തന്നെ എക്സ്പിരേഷൻ തിരിച്ചു നടക്കുന്നത് എങ്ങനെയായിരിക്കണം? ഇൻട്രാ പൾമണറി പ്രഷർ പുറത്തുള്ള പ്രഷറിനെക്കാട്ടിലും കൂടുതൽ വരണം. അപ്പൊ ഇവിടെ പ്രഷർ കൂടി, ഇവിടെ നിന്ന് എയർ പുറത്തോട്ട് പോകുന്നു അല്ലെ. അപ്പൊ ഇതാണ് ഈ കണ്ടീഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത നോക്കിയാൽ മക്കളെ, സ്റ്റെപ്സ് ഇൻ ദ എന്താണ് പ്രോസസ് ഓഫ് ബ്രീത്തിങ്, മെക്കാനിസം ഓഫ് ബ്രീത്തിങ് അല്ലെ. നമുക്കൊരു ഫ്ലോ ചാർട്ട് പോലെ നിങ്ങളുടെ കമ്പ്യൂട്ടറിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഒരു ഫ്ലോ ചാർട്ട് പോലെ ജസ്റ്റ് ആ സ്റ്റെപ്പുകൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കണം? എപ്പോഴും നമ്മൾ പറയുന്നത് ഡയഫ്രം ആൻഡ് സ്പെഷ്യലൈസ്ഡ് സെറ്റ് ഓഫ് മസിൽസ്, അവരാണ് ശരിക്കും ഏറ്റവും കൂടുതൽ റോൾ അവിടെ സാധിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ പറയുന്നു ദ കോൺട്രാക്ഷൻ ഓഫ് ദ ഡയഫ്രം. ഡയഫ്രം അവിടെ കോൺട്രാക്ട് ചെയ്യുകയാണ്. തൊട്ടു പുറകെ ഡയഫ്രം കോൺട്രാക്ട് ചെയ്യുമ്പോഴേക്കും there is an increase in the thoracic volume. മക്കളെ എന്താ ഈ thoracic cavity? locomotion and movement പഠിക്കുന്നുണ്ടല്ലേ. dorsally by the vertebral column, ventrally by the sternum, laterally by the ribs and supported by a dome shaped diaphragm on the lower side. ഒരിക്കൽ കൂടെ ഞാൻ പറയാണ്, എന്താണ് thoracic cavity? dorsally by the vertebral column, ventrally by the sternum, laterally by the ribs and supported by a dome shaped diaphragm on the lower side. അപ്പൊ ഇതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്? thoracic cavity നമ്മൾ പറയുന്നത്. അപ്പൊ നോക്കിയേ, thoracic-ന്റെ വോളിയം കൂടുകയാണ്. അങ്ങനെ ആന്റീരിയോ പോസ്റ്റീരിയർ ആക്സിസിൽ കൂടിയിരിക്കുകയാണ്. ഇനി നമ്മൾ എന്താ പറയുന്നത്? അതിന്റെ ഫലമായിട്ട് എക്സ്റ്റേണൽ ഇന്റർകോസൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നു. എടുത്തു പഠിച്ചേ, എക്സ്റ്റേണൽ ഇന്റർകോസൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നു. റിബ്സും സ്റ്റെർണവും അവിടെ ലിഫ്റ്റ് അപ്പ്, ഇറ്റ് ഈസ് റേസിംഗ് അപ്പ്. കണ്ടോ, റേസിംഗ് അപ്പ്. കണ്ടോ, നമ്മൾ പഴയ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, എന്റെ കൊച്ചു മുതലാളി ഇത് പറയുന്നത് ഇങ്ങനെ റേസ് ചെയ്ത് വരികയാണല്ലോ, ബ്രീത്തിങ് ഇങ്ങനെ അങ്ങ് എടുക്കുകയാണല്ലേ. അടുത്ത നോക്കി, തൊറാസിക് ചേംബറിന്റെ വോളിയം കൂടുമ്പോൾ അതെങ്ങനെ കൂടുന്നു? ഡോർസോ വെൻട്രൽ ആക്സിസിൽ കൂടുന്നു. തൊട്ടു പുറകെ എന്താ സംഭവിക്കുന്നത്? തൊറാസിക് വോളിയം ഇൻക്രീസസ്. So any change in the thoracic cavity may leads to a change in the pulmonary cavity. അത് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം കണക്റ്റഡ് ആണ്. അപ്പൊ നോക്കി, thoracic volume increases and pulmonary volume increases. അങ്ങനെ പൾമണറി വോളിയവും കുറയുന്നുണ്ട്. അടുത്ത നോക്കിയാൽ മക്കളെ, വോളിയം കൂടുമ്പോൾ, പൾമണറി വോളിയം കുറയല്ല, കൂടുന്നുണ്ട്. പൾമണറി വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയുന്നു. പൾമണറി വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയുന്നു. ഇൻട്രാ പൾമണറി പ്രഷർ ഈസ് ലെസ് ദാൻ ദ അറ്റ്മോസ്ഫറിക് പ്രഷർ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? പുറത്ത് നിന്നും അകത്തോട്ട് എയർ കയറുന്നുണ്ട്. അപ്പൊ നേരെ വന്ന വഴിയെ തിരിച്ചു പോയാൽ നമുക്ക് എന്തായി? എക്സ്പിരേഷനുമായി ഡയഫ്രം റിലാക്സ് ചെയ്യുന്നു എന്ന് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് എക്സ്പിരേഷന്റെ സ്റ്റെപ്പുകളുമായി. കണ്ടോ, ഇത്രയേ ഉള്ളൂ ബ്രീത്തിങ് എന്ന് പറഞ്ഞ ഒരു ഫിനോമിനൻ നമ്മൾ അതിനെ പറയുന്നത്. ബ്രീത്തിങ് അല്ല, നമ്മുടെ ആ ഒരു മെക്കാനിസം ഓഫ് ഇൻസ്പിരേഷൻ. ഇനി നോക്കിയാൽ മക്കളെ, ഒരു ആവറേജ് ലെവലില്, നീറ്റ് പരീക്ഷയുടെ അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഒരു ആവറേജ് ലെവലില് ഒരു ഹെൽത്തി ഹ്യൂമൻ എത്ര പ്രാവശ്യം ബ്രീത്ത് ചെയ്യാനായിട്ട് പറ്റുന്നു? ഒരു മിനിറ്റില് 12 മുതൽ 16 പ്രാവശ്യം വരെ, 12 to 16 ടൈംസ് എ മിനിറ്റ് ആണ് ഒരു ഹെൽത്തി ഹ്യൂമൻ ബ്രീത്ത് ചെയ്യുന്നത്. വോളിയം ഓഫ് എയർ ഇൻവോൾവ് ഇൻ ദ ബ്രീത്തിങ് മൂവ്മെന്റ്. അങ്ങനെ എത്രത്തോളം എയർ നിങ്ങൾ ഒരു സമയത്ത് നിങ്ങൾ ബ്രീത്ത് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു സ്പൈറോമീറ്ററിനെ ഉപയോഗിച്ചാൽ മതി. മക്കൾ അടുത്ത നോക്കിയാൽ ലങ് വോളിയംസും കപ്പാസിറ്റീസുമാണ്. ഇതിൽ നിന്നായിരിക്കും ഒരു ചോദ്യം ഉറപ്പാണ് കേട്ടോ.
ടൈഡൽ വോളിയം. നോർമൽ റെസ്പിറേഷൻ്റെ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻസ്പയർഡ് ഓർ എക്സ്പയർഡ് 500 ml ആണ്. അല്ലെങ്കിൽ നമ്മൾ പറയുന്നു 6000 മുതൽ 8000 ml പെർ മിനിറ്റ് ആണ്. കണ്ടല്ലോ. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി 500 ml അല്ലെങ്കിൽ 6000 to 8000 ml ഓഫ് എയർ പെർ മിനിറ്റ് ആണ് ആരെന്ന് പറയുന്നത്? ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. പിന്നെ അടുത്ത എന്താണ്? അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ. ഇപ്പം നിങ്ങൾ നോർമലായിട്ട് ഇൻസ്പയർ ചെയ്യുന്നു 500, നിങ്ങൾ നല്ല പോലെ വലിക്കുകയാണ്, ഇത്രയും വലിച്ചങ്ങ് മുകളിലെത്തത്തില്ലേ? അപ്പൊ അത്രയും വലിച്ചങ്ങ് മുകളിലെത്തുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം. ദ അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ബൈ ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷൻ. നമ്മൾ മനഃപൂർവ്വമായിട്ട് നമ്മൾ ചില സമയത്തൊക്കെ നെടുവീർപ്പെടുത്തില്ലേ എന്നൊക്കെ പറയാം. അപ്പൊ അതെന്തുകൊണ്ടാണ്? ആ ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷൻ ആണ് ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത്. എത്ര വരുന്നുണ്ട് മക്കളെ? 2500 മുതൽ 3000 ml വരെ. ഇനി സാധാരണ രീതിയിൽ നിങ്ങൾ എക്സ്പയർ ചെയ്താൽ ടൈഡൽ, പക്ഷെ അങ്ങനെ അല്ല എന്ന് വിചാരിക്കുക. അഡീഷണൽ വോളിയം ഓഫ് എയർ നിങ്ങൾ പുറത്തോട്ട് തള്ളുകയാണെന്ന് വിചാരിക്കുക. പേഴ്സൺ ക്യാൻ എക്സ്പയർ ബൈ ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ എന്നും പറഞ്ഞ് നമ്മൾ കളയാന്ന് വിചാരിക്കുക. അപ്പം അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അപ്പം അഡീഷണൽ വോളിയം ഓഫ് എയർ നിങ്ങൾക്ക് കളയാൻ പറ്റുന്നുണ്ട്. അതാണ് എക്സ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത്. എത്ര വരുന്നുണ്ട്? 1000 to 1100 ആണ് മക്കളെ. നോക്കിക്കേടാ. IRV എപ്പോഴും അഡീഷണൽ വോളിയം ഓഫ് എയർ അകത്തോട്ട് കയറിയത് 2500 തൊട്ട് 3000 വരെയുള്ളൂ. പക്ഷേ അത്രയും കളഞ്ഞോ നമ്മൾ? എക്സ്പിരേറ്ററി റിസർവ് വോളിയത്തിൽ കളഞ്ഞോ അത്രയും? ഇല്ലല്ലോ. നമുക്ക് കളയാൻ പറ്റിയോ? 1000 തൊട്ട് 1100 വരെയല്ലേ കളയാൻ പറ്റിയുള്ളൂ അല്ലേ? അപ്പം മിച്ചം കുറച്ച് പേര് കിടപ്പില്ലേ? ആ മിച്ചം വന്നത് അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്നറിയോ? റെസിഡ്യൂ എന്നാണ്. റെസിഡ്യൂവൽ വോളിയം എന്നാണ്. റിമൈനിങ് ഇൻ ദ ലങ്സ് ഈവൻ ആഫ്റ്റർ എ ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ, അതാണ് മിച്ചം വന്നവൻ. അതിനെ നമ്മൾ പറയുന്ന 1100 മുതൽ 1200 ml വരെയാണ്. കണ്ടോ? ഇനി എളുപ്പമാണ് മക്കളെ. അതാ ഈ കോമ്പിനേഷൻ നോക്കിയാൽ മതി കേട്ടോ. ഈ ചിത്രം നോക്കിയാൽ എളുപ്പമാണ്. നോക്കിക്കേ മക്കളെ. TV പ്ലസ് IRV, അതിനെ നമ്മൾ IC എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ IRVയും TVയും കൂടെ ചേർന്നാൽ IC. അടുത്തത് TV പ്ലസ് ERV, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് EC കേട്ടോ. TV പ്ലസ് ERV ഇതിനെ വിളിക്കുന്ന പേരാണ് EC എന്ന് വിളിക്കുന്നു. EC. ഇനി ERV പ്ലസ് RV, ഈ ERVയും RVയും കൂടെ ചേർന്നാൽ FRC. കണ്ടോ? ഇവ രണ്ടും കൂടെ ചേർന്നാൽ ഇങ്ങനെ, ഇവ രണ്ടും കൂടെ ചേർന്നാൽ ദാ ഇങ്ങനെ. കണ്ടോ? അപ്പൊ TV പ്ലസ് IRV IC, TV പ്ലസ് ERV EC, ERV പ്ലസ് RV FRC. ഇനി VC എന്താ? ആ 3 പേരെ കാണിച്ചിരിക്കുന്ന കണ്ടോ? നോക്കിക്കേ. VC IRV TV ERV. ഇപ്പൊ TV പ്ലസ് IRV പ്ലസ് ERV, ദാറ്റ് ഈസ് നോൺ ആസ് ദ വൈറ്റൽ കപ്പാസിറ്റി. മാക്സിമം വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ബ്രീത്ത് ഇൻ ആഫ്റ്റർ എ ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ. നിങ്ങൾ നല്ല പോലെ എക്സ്പയർ ചെയ്തതിനു ശേഷം എത്രത്തോളം എയർ നിങ്ങൾക്ക് വലിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ടോ അതാണ് വൈറ്റൽ കപ്പാസിറ്റി ഓഫ് ദ ലങ്സ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് എ TV പ്ലസ് IRV പ്ലസ് ERV. ഇനി എന്താ TLC? ദ ടോട്ടൽ ലങ് കപ്പാസിറ്റി. എല്ലാം കൂടെ ചേർന്നത് എന്ന് പറഞ്ഞാൽ ടൈഡൽ വോളിയം വരണം, ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം വരണം, എക്സ്പിരേറ്ററി റിസർവ് വോളിയം വരണം, നേരത്തെ മിച്ചം കിടന്നവനും വരണം, റെസിഡ്യൂവൽ വോളിയം വരണം. അതായത് വൈറ്റൽ കപ്പാസിറ്റി പ്ലസ് RV. ഇതാ നോക്കിക്കേ മക്കളെ. വൈറ്റൽ കപ്പാസിറ്റി കണ്ടോടാ. വൈറ്റൽ കപ്പാസിറ്റി പ്ലസ് RV അല്ലേ TLC? അല്ലെങ്കിൽ TV പ്ലസ് IRV പ്ലസ് ERV പ്ലസ് RV, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? TLC എന്ന് പറയുന്നത്. ടോട്ടൽ വോളിയം ഓഫ് എയർ അക്കോമഡേറ്റഡ് ഇൻ ദ ലങ്സ് അറ്റ് ദ എൻഡ് ഓഫ് എ ഫോഴ്സ്ഡ് ഇൻസ്പിരേഷൻ. നിങ്ങൾ നല്ല ശക്തിയിൽ പവർഫുൾ ആയിട്ട് ഫുൾ എയർ എടുത്ത് കഴിയുമ്പോൾ അവസാനം എത്രത്തോളം നിങ്ങളുടെ ലങ്സിൽ മിച്ചമുണ്ടോ അതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്? ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ്. എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് ആണ് നമ്മൾ അടുത്ത പറയുന്നത്. നോക്കിക്കേ മക്കളെ. നമ്മളെപ്പോഴും അറ്റ്മോസ്ഫിയർ പറയുന്ന സമയത്ത് അവിടെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ന് പറയുന്ന 159 mmHg ആയിരിക്കും, മില്ലിമീറ്റർ ഓഫ് മെർക്കുറി ആയിരിക്കും. അതേസമയം അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞ 0.3 ഉള്ളായിരുന്നു. പക്ഷേ ഇത് എവിടെ വരുന്നുണ്ട്? നമ്മളുടെ ആൽവിയോളയിൽ വരുന്നുണ്ട്. ആൽവിയോളയിൽ വന്നു കഴിയുമ്പോൾ എത്ര പറ്റി? അത് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് 104 പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് 40 മാറി. പിന്നീട് എവിടെയാ? ഓക്സിജനേറ്റഡ് ബ്ലഡിലാണ്. ബ്ലഡിൽ എത്തിക്കഴിയുന്ന സമയത്ത് നമ്മൾ എന്ത് പറയുന്നുണ്ട്? പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് 95ഉം പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് 40ഉമായിട്ട് മാറി. പിന്നീട് നമ്മൾ എവിടെ വന്നു? ടിഷ്യൂസ് എത്തി. ടിഷ്യൂസിൽ എന്താ സംഭവിച്ചത്? ഓക്സിജൻ ഈസ് എക്സ്ചേഞ്ച്ഡ് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? ഓക്സിജൻ എക്സ്ചേഞ്ച് ചെയ്തു. കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട്, മെറ്റാബോളിക് പ്രൊഡക്റ്റ് ആയിട്ട് അവിടെ റിലീസ്ഡ് ആയി. അപ്പൊ എന്താ സംഭവിക്കുന്നത്?
പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ അവിടെ എന്തായിട്ട് മാറി 40ഉം പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് 45ഉമായിട്ട് മാറി. അപ്പോൾ ശരിക്കും ഡീഓക്സിജനേറ്റഡ് ബ്ലഡിൽ വരുന്ന സമയത്ത് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ 40ഉം പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് 45ഉമായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സർക്കുലേഷൻ നിങ്ങൾക്ക് പഠിക്കാറുണ്ട് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ അല്ലേ. അപ്പോൾ നമ്മുടെ ആൽവിയോളിൽ നിന്ന് നമ്മുടെ ഇവിടെ എത്തി ഹാർട്ടിൽ വന്നു, ഹാർട്ടിൽ നിന്ന് തിരിച്ച് ടിഷ്യൂസിൽ വന്നു, ടിഷ്യൂസിൽ നിന്ന് തിരിച്ചത് ഹാർട്ടിലോട്ട് വരുന്നു, അവിടെ നിന്ന് തിരിച്ച് അങ്ങോട്ട് പോകുന്നുണ്ട്, ആൽവിയോള വഴി പുറത്തോട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഇനി നോക്കിയാൽ മക്കളെ, നീറ്റ് പരീക്ഷയുടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഡിഫ്യൂഷൻ മെമ്പറൈൻ. ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എവിടെ പഠിച്ചിരിക്കുന്നത് ഓൾറെഡി? ഇത് നമ്മൾ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. എങ്ങനെയാ പഠിച്ചിരിക്കുന്നത്? ദ ഡിഫ്യൂഷൻ മെമ്പറൈൻ ഈസ് ഫോംഡ് ബൈ, എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, സ്കോമസ് എപ്പിത്തീലിയം ഓഫ് ദ ആൽവിയോളൈ, എൻഡോത്തീലിയം ഓഫ് ദ കാപ്പിലറീസ് ആൻഡ് ദ ബേസ്മെന്റ് സബ്സ്റ്റൻസ് ബിറ്റ്വീൻ ദം അല്ലേ. ഇത് മൂന്നും കൂടെ ചേർന്നിട്ട് എന്താ ചെയ്തിരിക്കുന്നത്, നമ്മുടെ ആ ഒരു ആൽവിയോളാർ മെമ്പറൈൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ലെസ് ദാൻ 1 മില്ലിമീറ്റർ. ഇത് ഓർത്തു വെച്ചോണം കേട്ടോ, ലെസ് ദാൻ 1 മില്ലിമീറ്റർ, 1 മില്ലിമീറ്ററിലും താഴെ അതിന്റെ തിക്നെസ് ആക്കിയിരിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഈസി ആയിട്ട് ഡിഫ്യൂഷൻ നടക്കുന്നത്. ഇനി നോക്കിയാൽ മക്കളെ, ട്രാൻസ്പോർട്ട് നമ്മൾ പറയുമ്പോൾ എന്താണ്, ഇതാണ് അടുത്ത നീറ്റ് പോയിന്റുകൾ എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചോണേ, പ്രധാനപ്പെട്ട പോയിന്റുകൾ എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട്. 97% ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് RBC തന്നെയാണ്. 3% ഓഫ് ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഡിസോൾഡ് സ്റ്റേറ്റിൽ പ്ലാസ്മ വഴിയാണ്. ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി കാർബൺ ഡയോക്സൈഡ് പറയാം. ഏതാണ്ട് 20-25% വരെ RBC ആയിരിക്കും, 70% ബൈകാർബണേറ്റ് ആയിട്ടായിരിക്കും, 7% പ്ലാസ്മ വഴിയായിരിക്കും. നോക്കിയാൽ 20-25 വഴി RBC, 70% ബൈകാർബണേറ്റ്, 7% പ്ലാസ്മ വഴി. കണ്ടോ? അപ്പം ഈ ട്രാൻസ്പോർട്ട് നമ്മളെപ്പോഴും ഓർത്തു വെച്ചോണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് അതാ. ഇനി അടുത്ത നോക്കിയേ, ഈ ഓക്സിജന്റെ ട്രാൻസ്പോർട്ട് പറയുന്ന സമയത്തും കാർബൺ ഡയോക്സൈഡിന്റെ ട്രാൻസ്പോർട്ട് പറയുന്ന സമയത്തും നമുക്ക് ഈ കണ്ടീഷൻസ് എപ്പോഴും ഓർത്തിരിക്കണം. എങ്ങനെയാ മക്കളെ? റെഗുലർ ബാച്ചിലെ കുട്ടികൾക്ക് ഇത് ശരിക്കറിയാം, സൈലത്തിലെ കുട്ടികൾക്ക് അറിയാം. ഇൻഡാൽവിയോളായി കണ്ടീഷൻ അങ്ങനെ എൻ്റെ കൂടെ ഒരുമിച്ച് എല്ലാവരും എണ്ണീറ്റ് എന്ന് പറഞ്ഞേ. ഇൻഡാൽവിയോളായി വിത്ത് ദ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഈസ് ഹയർ, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ലോവർ, ടെമ്പറേച്ചർ ഈസ് ലോവർ, H+ ഈസ് ലോവർ ആൻഡ് pH ഈസ് ഹയർ. എന്താ സംഭവിക്കുന്നത്? ഓക്സിജൻ ബൈൻഡ്സ് റിവേഴ്സിബിളി വിത്ത് ഹീമോഗ്ലോബിൻ. ഓക്സിജൻ ഹീമോഗ്ലോബിൻ കൂടെ റിവേഴ്സിബിൾ ബൈൻഡിങ് ആണ്, എന്ന് പറഞ്ഞാൽ പൊട്ടാവുന്ന ബന്ധമാണ് അല്ലേ, ടു ഫോം ഓക്സി ഹീമോഗ്ലോബിൻ. നേരെ മറിച്ച് ടിഷ്യൂസിൽ വന്നാലോ, ഇൻ ദ ടിഷ്യൂസ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഈസ് ലോ ആണ് അല്ലേ. കാരണം എന്ത് പറ്റി? എല്ലാം കൊടുത്തു, ടിഷ്യൂസിനോട് കൊടുത്തു. പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അപ്പോൾ എന്ത് പറ്റി? കൂടി. ടെമ്പറേച്ചർ നമ്മൾ കണ്ടാണ് അല്ലേ, ടെമ്പറേച്ചർ കൂടി, H+ കൂടി, നാച്ചുറലി pH കുറയുന്നു. സോ ഓക്സിജൻ ഡിസോസിയേറ്റ്സ് ഫ്രം ദ ഹീമോഗ്ലോബിൻ. ഈ കണ്ടീഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നല്ല പോലെ പറഞ്ഞ് നമ്മൾ പഠിക്കണം. നോക്കി, 100 ml ഓക്സിജനേറ്റഡ് ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ 5 ml ഓക്സിജനെ ടിഷ്യൂസിൽ കൊണ്ട് കൊടുക്കാനായിട്ട് പറ്റണം. എപ്പോഴാ? നോർമൽ ഫിസിയോളജിക്കൽ കണ്ടീഷൻ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് എടുത്ത് ഞാൻ പറയുന്നത്. നോർമൽ ഫിസിയോളജിക്കൽ കണ്ടീഷനിൽ 100 ml ഓക്സിജൻ ബ്ലഡിന് 5 ml ഓക്സിജനെ കൊണ്ട് കൊടുക്കാനായിട്ട് പറ്റുന്നു. അതേസമയം 100 ml ഡിയോക്സിജനേറ്റഡ് ബ്ലഡിനോ 4 ml കാർബൺ ഡൈ ഓക്സൈഡിനെ ആൽവിയോളെ കൊണ്ട് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. 100 ml ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് എടുത്താൽ 4 ml കാർബൺ ഡൈ ഓക്സൈഡാണ് കൊണ്ട് കൊടുക്കുന്നത്. അതാ നോക്കിയാൽ മക്കളെ, റെഗുലേഷൻ ഏതെല്ലാം വഴി കൂടിയാണ് നമ്മുടെ ബ്രീത്തിങ്ങിനെ നടത്തുന്നത്? 3 വഴികളാണ്. നേരത്തെ നമ്മൾ ഫസ്റ്റ് ചാർട്ടിൽ പറഞ്ഞിരുന്നതാണ്. ഒന്ന്, റെസ്പിറേറ്ററി റിതം സെന്റർ മെഡുല്ല റീജിയനിലാണ് കാണപ്പെടുന്നത്. രണ്ടാമത്തേത് ന്യൂമോടാക്സിക് സെന്റർ പോൺസ് റീജിയനിലാണ് കാണപ്പെടുന്നത്. അവിടെയുള്ള ന്യൂറൽ സിഗ്നൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻസ്പിറേഷന്റെ ഡ്യൂറേഷനെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. കീമോ സെൻസിറ്റീവ് ഏരിയ എന്താ ചെയ്യുന്നത്? അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ അയൺ സെൻസിറ്റീവ് ആണ്. അവരുടെ എങ്ങാനും എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ ആ സെന്റർ അവിടെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 3 സെന്റേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത് ഈ ചാപ്റ്ററിൽ നമുക്ക് റെഗുലേഷൻ ഓഫ് റെസ്പിറേഷനോട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഫൈനലി ഡിസോർഡേഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. ആസ്മ എന്ന് പറഞ്ഞ കണ്ടീഷൻ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ബ്രോങ്കൈയുടെയും ബ്രോങ്കിയോൾസിന്റെയും ഇൻഫ്ലമേഷൻ മൂലം വീസിങ് ഉണ്ടാവുന്നു. അങ്ങനെയാണ് ആസ്മ പറയുന്നത്. എംഫിസീമ, ശ്വാസകോശം പോഞ്ചു പോലെയാണ്, ഒരു ശരാശരി എന്നൊക്കെ പറഞ്ഞ പരസ്യം കേട്ടിട്ടില്ലേ? ആൽവിയോളാറിന്റെ വാള് ഡാമേജ് ആയി പോവുകയാണ്. അങ്ങനെ റെസ്പിറേറ്ററി സർഫസ് ഏരിയ ഡിക്രീസ് ആയി പോയി. എന്തുകൊണ്ടാണ്? എക്സസീവ് സിഗരറ്റ് സ്മോക്കിംഗ് ആണ് അതിന്റെ റീസൺ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് ഒക്യുപ്പേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡർ. സാധാരണ ഈ എക്സസ് ഓഫ് ഡസ്റ്റ് ഉണ്ടാവുന്നത് കൊണ്ട് ലോങ് ടേം എക്സ്പോഷർ ടു എക്സസീവ് ഡസ്റ്റ് ഉണ്ടായാൽ അവർക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? ഫൈബ്രോസിസ് ഉണ്ടാകുന്നുണ്ട്. ഇൻഫ്ലമേഷൻസ് ഒക്കെ അവർക്ക് നല്ലപോലെ ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. അതിനാണ് നമ്മൾ പ്രോളിഫറേഷൻ ഓഫ് ദ ഫൈബ്രസ് ടിഷ്യൂ നമ്മൾ അതിനെ പറയുന്നത്. ഓക്കെ,
സോ ഇത്രയേ ഉള്ളൂ നമ്മളുടെ എന്തെന്ന് പറയുന്നത് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് വെറും ഷോർട്ട് കോഡിൽ നമ്മളത് പഠിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, NCERT നല്ല പോലെ തറവായിട്ട് വായിക്കുക. അപ്പം ഇത് കേൾക്കുക, NCERT വായിക്കുക, വീണ്ടും കേൾക്കുക, എക്സാമിന് റെഡി ആവുക. കാരണം എല്ലാ കോർ നീറ്റ് പോയിന്റുകളും നമ്മൾ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഓൾ ദ ബെസ്റ്റ് വിഷസ്.